ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഞാനിന്ന് പറയാൻ വന്നത് പല ഗേൾസും റേപ്പൊക്കെ പറ്റി പിന്നെ മരിക്കുന്നവരുണ്ട്, മരിക്കാൻ പോകുന്നവരുണ്ട്, വിജയിക്കാൻ പറ്റാതെയായവരുണ്ട് എല്ലാവരും. പക്ഷെ ഒരിക്കലും ഒരാണായി അടിക്കപ്പെടേണ്ടവരല്ല നമ്മൾ പോരാടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയും. അല്ലാതെ പെട്ടെന്ന് ഒരാൾ നമ്മളെ തൊട്ടു അടിച്ചു നമ്മളെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാരൊക്കെ ഇല്ലേ, അവർ എന്തോരം വേദനിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുമോ? ചിന്തിക്കുന്നുള്ളവരുണ്ടേ, അത് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണം. പറ്റുന്ന ഞാൻ എന്നെ പ്രശ്നം വന്നാലും ഞാൻ പോരാടും വിചാരിക്കുന്നു. എന്നാൽ മാത്രമേ ഒരു ഗേളാവൂ. ബോയ് അങ്ങനെയാണ്. അഥവാ ആരെങ്കിലും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തെന്ന് നമ്മൾ തളേണ്ടവരല്ല ബോയ്സ്. അവരും പറഞ്ഞിട്ട് അല്ലാതെ ഇങ്ങനെ കരയരുത്. അതൊക്കെ ഞാൻ മിക്ക വാർത്തകളിലും റേപ്പ്, അങ്ങനെ പീഡിപ്പിച്ചു, ഇതൊക്കെ കണ്ട് ഞാൻ പറയുക. അതുകൊണ്ടാണ് പകുതി പേരും മരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അത് പറ്റിയിട്ട് അറിയാതെ പോലും വെറുതെ പോയാൽ അവരെ അടിച്ചിട്ടിട്ട് വേണം നമ്മൾ വരാൻ. അല്ലാതെ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഒരിക്കലും വരരുത്. അടിച്ചിട്ടണം. കേസ് കോടതി വന്നാലും വിഷയം അത് നമുക്ക് പിന്നെ എന്തായിരുന്നു. പക്ഷേ പെണ്ണിൻ്റെ ആത്മാർത്ഥതയും ധൈര്യവും അത് ഒരിക്കലും കൈവിടാൻ പാടില്ല. നിങ്ങളിതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അഥവാ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് കമൻറ്റ് ഇടുക. അഥവാ യോജിക്കുന്നില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ഇടുക. ബോയ്സിനോട് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളും ബെസ്റ്റാണ്, നിങ്ങളും ഇങ്ങനെ തന്നെയാണ്, നിങ്ങളും പവറാണ്. എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു പവർ നമ്മളെല്ലാവരും അറിയണ്ട. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്നാൽ ബൈ.